ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹിയർ ഡയറീസ്. ഇന്ന് നമുക്ക് എൻ്റെ കുട്ടി ഗാർഡനിലുള്ള ഒരു പോണ്ട് വൃത്തിയാക്കാം. ഞങ്ങൾ ഇതിൽ നട്ടേക്കുന്നത് വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെ പേര് പിങ്ക് നൈറ്റ് ബ്ലൂമിംഗ് വാട്ടർ ലില്ലി എന്നാണ്. അതായത് ഇതിൻ്റെ മൊട്ട് വിരിയാനായിട്ട് രാത്രിയാവും. രാവിലെ സൂര്യനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മൊട്ട് പയ്യെ വാടി തുടങ്ങും. ഇത് കൂടാതെ ഇതിനകത്ത് വാട്ടർ ലെത്യൂസ്, വാട്ടർ ഫോം, പിന്നെ അവിടെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഡക്ക് വീടും കാണാൻ പറ്റും. ഇതൊരു മിക്സഡ് പോണ്ടാണ്. ഇതിൽ ഗപ്പി മാത്രമല്ല, ഗപ്പിയുണ്ട്, മോളിയുണ്ട്, പ്ലാറ്റിയും ഉണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പായലൊക്കെ പിടിച്ച് വൃത്തിയേടായി കിടക്കാണ്. നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വാട്ടർ ലെത്യൂസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇത് ഭയങ്കര വേരാണ്. ചെറിയ വാട്ടർ ലെത്യൂസ് ആണെങ്കിൽ പോലും അതിന് നല്ല വേരാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പായലല്ലാത്ത വാട്ടർ ഫോമോ ഡക്ക് വീഡോ അതും കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കാം. കാരണം നമുക്ക് ഇത്രയും വേണ്ട. ഇത് കുറച്ചിട്ടാൽ മതി, പെട്ടെന്ന് തന്നെ ഇത് മൊത്തം നിറയും. അതെല്ലാം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തിലുള്ള കുറച്ച് പായലൊക്കെ എടുത്ത് കളയാം. കുറച്ച് നല്ല പായൽ പിടിച്ച് കിടപ്പുണ്ട്, അതെല്ലാം എടുത്ത് മാറ്റാം. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് കല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതും നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കണം അതൊക്കെ. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കലങ്ങി കിടക്കുവാണ്. നമ്മൾ പായലും അതുപോലെ ഇതിലിട്ടിരുന്ന കല്ലൊക്കെ എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് നന്നായിട്ട് കലങ്ങി കിടക്കുവാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ മീനുകൾ വരാതെ ഇതിൻ്റെ വെള്ളം ഒന്ന് കോരിക്കളയണം. അപ്പം മൊത്തം വെള്ളം കളയണ്ട, പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒന്ന്, ഈ പഴയ വെള്ളം നമ്മൾ മാറ്റി കൊടുക്കണം. എന്നിട്ട് പുതിയ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ ചെറിയ മീനുകളൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ വെള്ളം കോരുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം. മീനുകൾ വന്ന് കയറും. നമ്മളപ്പോൾ അതിനെ കളഞ്ഞിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് മീനെ പിടിച്ചിട്ട് ഇത് തിരിച്ച് ഇതിനകത്ത് അപ്പോൾ നമ്മൾ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഇതുപോലെ 2 വലിയ ഇലകൾ വെച്ചിട്ടാണെങ്കിൽ വെള്ളം അധികം കലങ്ങാതെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കഴുകിയൊക്കെ വെച്ചിരുന്ന കല്ലുകളൊക്കെ ഇട്ട് നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാം. ഇനി നമ്മുടെ വൃത്തിയായ കുളത്തിലോട്ട് നമുക്ക് ഈ വാട്ടർ ലെറ്റ്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ വേരും പിന്നെ കുറച്ച് മഞ്ഞ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ വേര് പെട്ടെന്ന് കിളിക്കും, അതുകൊണ്ട് തന്നെ ഈ വേര് കട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വാട്ടർ ഫോമും അതുപോലെ തന്നെ ഡക്ക് വീഡൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടിക്കുളം ഇവിടെ നല്ല രീതിയിൽ വൃത്തിക്ക് സെറ്റായിട്ടുണ്ട്. ഞാൻ ഇവിടെ വളരെ കുറച്ച് മാത്രം വാട്ടർ ലെറ്റ്യൂസും വാട്ടർ ഫോമും ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം ഇത് പെട്ടെന്ന് തന്നെ പടരുന്നതാണ്. ഇനി നമുക്കൊരു നാളെ രാവിലെ വന്ന് നോക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ തെളിഞ്ഞ് മീനൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ വന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യണേ. ബൈ.